സർവേഷാം നമസ്കാരഃ. ഇന്നത്തെ ക്ലാസ്സിൽ കർമ്മകാരകത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കർമ്മകാരകം എപ്പോഴും ഏതു വിഭക്തിയിലായിരിക്കും? ദ്വിതീയ വിഭക്തിയിൽ ആയിരിക്കും. ഈ ദ്വിതീയ വിഭക്തിയെ എങ്ങനെയാണ് തിരിച്ചറിയുക? അതിനെ നമ്മൾ ശബ്ദരൂപങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓരോ ശബ്ദങ്ങളുടെയും 7 വിഭക്തിയിലുള്ള രൂപങ്ങളുണ്ട് പഠിക്കാൻ. അപ്പോൾ അത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ദ്വിതീയ വിഭക്തിയുടെ ശബ്ദരൂപങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഓക്കെ. അപ്പോൾ ഈ കർമ്മകാരകത്തിൻ്റെ സൂത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കർമ്മത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നാണ്. ഓക്കെ. കർത്തുരീപ്സിതതമം കർമ്മ, ഇതാണ് കർമ്മകാരകത്തിൻ്റെ സൂത്രം. അപ്പോൾ ഇവിടെ നമ്മൾ പദച്ഛേദം ചെയ്യുകയാണെങ്കിൽ കർത്തുഹു ഈപ്സിതതമം കർമ്മ എന്നാണ്. അതിനെ യോജിപ്പിച്ചിട്ട് എഴുതിയിരിക്കുകയാണ് കർത്തുരീപ്സിതതമം കർമ്മ എന്നത്. ഇനി ഇതിൻ്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കാം. കർത്തുഹു ക്രിയയാ ആപ്തുമിഷ്ടതമം കാരകം കർമ്മ. അപ്പോൾ ഇവിടെ ആപ്തുമിഷ്ടതമം, അവിടെ നമുക്ക് 2 എണ്ണമായിട്ട് പദച്ഛേദം ചെയ്യാൻ പറ്റും. ആപ്തും ഇഷ്ടതമം, അതിനെ ഒറ്റ പദമാക്കി എഴുതിയിരിക്കുകയാണ് ആപ്തുമിഷ്ടതമം എന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ എന്താ പറയുക, പദാനുപദത്തിൻ്റെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. കർത്തുഹു ഷഷ്ടി വിഭക്തിയാണ്. കർത്താവിന്. ക്രിയയാ തൃതീയ വിഭക്തിയാണ്. ക്രിയയിലൂടെ. ആപ്തും എന്ന് പറഞ്ഞാൽ നേടുവാൻ, പ്രാപിക്കുവാൻ, ലഭിക്കുവാൻ. ഇഷ്ടതമം ഇഷ്ടപ്പെട്ട, ഇഷ്ടമുള്ള. കാരകം എന്ന് പറഞ്ഞാൽ ആ പദം എന്ന് നമുക്കിവിടെ എടുക്കാം. അത് ഏതാണ്? അത് കർമ്മമാണ്. അപ്പോൾ കർത്താവിനെ ക്രിയയിലൂടെ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് കർമ്മമാണ്. ഓക്കെ. ഇതാണ് കറക്റ്റായിട്ടുള്ള കർമ്മത്തിൻ്റെ അർത്ഥം. ഇനി ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. ഭക്തഃ ഹരിം ഭജതി. ഇവിടുത്തെ ക്രിയാപദം ഭജതി എന്നാണ്. ഭജിക്കുന്നു, അത് ക്രിയാപദമാണ് അല്ലേ? ഇവിടെ ഭജിക്കുന്നത് ആരാണ്? ഭജിക്കുന്നു എന്ന ക്രിയ ആരിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഭക്തനിൽ അല്ലേ? അതാണ് കർത്തൃപദം. ഭജതി എന്ന ക്രിയ ചെയ്യുന്ന ആള് ഭക്തനാണ്, അതാണ് കർത്തൃപദം. അപ്പോൾ ഈ ഭക്തൻ ക്രിയയിലൂടെ, ഭജതി എന്ന ക്രിയയിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഹരിയെ അല്ലേ? ഭജിക്കുന്നു. ആര് ഭജിക്കുന്നു? ഭക്തൻ ഭജിക്കുന്നു. ഭക്തൻ ആരിനെ ഭജിക്കുന്നു? ഹരിയെ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഭജനക്രിയയിലൂടെ ഹരിയെ പ്രാപിക്കുകയാണ് ഭക്തൻ. ഓക്കെ, ഇനി ബാലകഃ റോട്ടികാം ഖാദതി. ക്രിയാപദം ഖാദതി. ക്രിയ ആരിലാണ് ഏറ്റവും കൂടുതലുള്ളത്? ബാലകനിലാണ് അല്ലേ? ക്രിയ ചെയ്യുന്നത് ബാലകനിലാണ്. അപ്പോൾ ആ ബാലകഃ എന്നത് കർത്തൃപദമാണ്. ഖാദതി കഴിക്കുന്നു എന്ന ക്രിയയിലൂടെ ബാലകനെ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ബാലകനെ കിട്ടാനുള്ളത് എന്താണ്? റോട്ടികയെ അല്ലേ? ചപ്പാത്തിയെ. അപ്പോൾ ബാലകൻ ചപ്പാത്തിയെ കഴിക്കുന്നു. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു എന്നേ പറയുള്ളൂ. പക്ഷെ സംസ്കൃത വ്യാകരണത്തിൽ ദ്വിതീയ വിഭക്തി കൊണ്ടുവരുന്നത് കൊണ്ട് അവിടെ ചപ്പാത്തിയെ എന്ന് നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ കഴിക്കുന്നു എന്ന ക്രിയയിലൂടെ കർത്താവിനെ നേടാനുള്ളത് എന്താണ്? ചപ്പാത്തിയാണ് അല്ലേ? അപ്പോൾ ആ ചപ്പാത്തി എന്ന പദം റോട്ടിക എന്നത് ദ്വിതീയ വിഭക്തിയിൽ അവിടെ വരണം. ഉണ്ടല്ലോ അല്ലേ? റോട്ടികാം. റോട്ടിക എന്നത് സ്ത്രീലിംഗമാണ്, പ്രഥമ വിഭക്തിയാണ്. അതിൻ്റെ ദ്വിതീയ വിഭക്തിയാണ് റോട്ടികാം എന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ആദ്യത്തെ വാക്യത്തിൽ ഹരിഹി എന്നതാണ് പ്രഥമ വിഭക്തി. അത് കർമ്മത്തിലേക്ക് വരുമ്പോൾ ദ്വിതീയയായി മാറും. അങ്ങനെ ആകുമ്പോൾ ഹരിം എന്ന് ആവുകയാണ്. ഓക്കെ, ശബ്ദരൂപങ്ങൾ പഠിച്ചവർക്ക് അറിയാം. അതുപോലെ സീത വനം ഗച്ഛതി. സീത വനത്തിലേക്ക് പോകുന്നു. പോകുന്നു എന്ന ക്രിയയിലൂടെ സീത പ്രാപിക്കുന്നത് എന്താണ്? വനമാണ്. അപ്പോൾ ഇവിടെ വനം എന്നതാണ് കർമ്മകാരകം. കർമ്മം, കർമ്മം എന്നല്ല കർമ്മ. നമ്മൾ മലയാളത്തിൽ കർമ്മം എന്ന് പറയും, സംസ്കൃതത്തിൽ കർമ്മ എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് മാതാ അന്നം ദദാതി. അമ്മ ചോറിനെ കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു എന്ന് മലയാളത്തിൽ. ഓക്കെ, ദദാതി കൊടുക്കുന്നു എന്ന ക്രിയയിലൂടെ കർത്താവായ അമ്മ എന്താണ് നേടുന്നത്? അന്നത്തെ അല്ലേ? ചോറിനെ. കൊടുക്കുന്നു എന്ന ക്രിയയിലൂടെ അമ്മ നേടുന്നത് അന്നത്തെ. അപ്പോൾ ഇവിടെ അന്നം എന്ന പദം ദ്വിതീയ വിഭക്തി, അത് തന്നെയാണ് കർമ്മ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയയുടെ അർത്ഥമനുസരിച്ചിട്ട് വേണം കർത്താവിനോട് ചോദ്യം ചോദിച്ചിട്ട് കർമ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ. കൂടാതെ കർമ്മപദം ദ്വിതീയ വിഭക്തിയിലുമായിരിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് കർമ്മത്തെ തിരിച്ചറിയുവാൻ സാധിക്കും. ഇനി ലാസ്റ്റ് സെൻറ്റൻസ്. പിതാ വസ്ത്രം സ്വീകരോതി. അച്ഛൻ വസ്ത്രത്തെ സ്വീകരിക്കുന്നു. മലയാളത്തിലാണെങ്കിൽ അച്ഛൻ വസ്ത്രം സ്വീകരിക്കുന്നു, വാങ്ങിക്കുന്നു. സ്വീകരോതി സ്വീകരിക്കുന്നു എന്ന ക്രിയയിലൂടെ കർത്താവിനെ കിട്ടുന്നത് എന്താണ്? വസ്ത്രം. വസ്ത്രത്തെ പ്രാപിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വസ്ത്രം എന്നത് കർമ്മ. വസ്ത്രം എന്നത് നപുംസകലിംഗമാണ്. അതിൻ്റെ ദ്വിതീയ വിഭക്തി വസ്ത്രം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു വാക്യം നമുക്ക് കിട്ടുകയാണെങ്കിലും ക്രിയയോട് നമുക്ക് ചോദ്യം ചോദിക്കാം. ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവിനെയാണ്. അല്ലെങ്കിൽ കർമ്മത്തെ കിട്ടണമെങ്കിൽ എന്തിനെ, അല്ലെങ്കിൽ ആരെ, അല്ലെങ്കിൽ ആരോട്, എവിടേക്ക് എന്നീ ചോദ്യങ്ങളെല്ലാം ക്രിയയോട് ചോദിച്ചാലും നമുക്ക് കർമ്മത്തെ നമുക്കവിടെ കിട്ടും.
ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സൂത്രരൂപത്തിൽ വേണമെങ്കിൽ സൂത്രരൂപത്തിലും പോകാം, സിമ്പിളായിട്ടുള്ള രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പോകാം. ഓക്കെ, ധന്യവാദ.